അങ്ങനെ ഞാനും വാങ്ങിയിട്ടുണ്ട് കരാക്കൻ്റെ 4-6 ലിറ്ററുള്ള കുക്കർ. കുറേ പേര് എൻ്റെ സ്റ്റോറി കണ്ടിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എങ്ങനെ ചോറ് വെക്കും എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അടിപൊളി കുക്കറാണ്, 4-6 ലിറ്ററാണ്. ഇത്രയും വിലക്കുറവിന് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. വേറൊരു വെറൈറ്റി മോഡലാണ്, നാട്ടിലെ നോർമൽ ഒരു കുക്കറല്ല. ഇത് ഭയങ്കര ക്വാളിറ്റി ഉണ്ട്, ഭയങ്കര സേഫാണ്. അങ്ങനെ പൊട്ടിത്തെറിക്കുക, വെള്ളം ചീറ്റി വീഴുക, പിന്നെ കുറേ വെള്ളം പുറത്തേക്ക് ചാടുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. കുക്കറിൻ്റെ മുകളിലുള്ള ഈ ഒരു ബട്ടൺ ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കുക്കർ ഓപ്പൺ ആയിട്ടോ, അതിപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ലോക്കൊക്കെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. കണ്ടോ, വളരെ ഈസിയാണ്, ഭയങ്കര ഈസിയാണ്. ആകെ ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു ടോപ്പ് നല്ല രീതിയിൽ ഫിറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ്. പക്ഷെ നമ്മൾ ആദ്യത്തെ കുക്കർ വെച്ച് നോക്കുമ്പം അത്ര പണി ഈ ഒരു കുക്കറിന് ഇല്ല കേട്ടോ. ഈ ലിഡും പാത്രവും കറക്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ മുകളിലുള്ള ആ ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ പാത്രം ലോക്ക് ആയിട്ടുണ്ട്. എൻ്റെ സ്റ്റോറി കണ്ടിട്ട് ഒരുപാട് പേര് ഇത് ഭയങ്കര ഓഫറിന് വാങ്ങിയിട്ടുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഓഫർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എൻ്റെ സ്റ്റോറി സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ചില സമയത്താണ് ഓരോരോ ബ്രാൻഡുകൾ ഓഫേഴ്സ് ഇടുന്നത്. അപ്പോൾ നമ്മൾ വേഗം പോയിട്ട് സ്റ്റോറി ഇടുക ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ എന്നെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിന് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റീൽ എനിക്ക് പ്രൈവറ്റ് ആയിട്ട് അയച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് എനിക്ക് ഷെയർ ചെയ്ത് തരാൻ വേണ്ടി പറ്റുള്ളൂ. പാകം വെയിറ്റ് ആണ്, 2 പോട്ടും നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റീൽ പോട്ട് എടുത്ത് യൂസ് ചെയ്യാം കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്, ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. ആദ്യം ഞാൻ കരുതി 6 ലിറ്ററിൽ നമുക്ക് ഈ 2 കപ്പ് റൈസ് വേവിക്കാം. കഴുകി വന്ന് നോക്കുമ്പോൾ മനസ്സിലായി അതിന് മാത്രമുള്ള ക്വാണ്ടിറ്റി ഇല്ല. അപ്പോൾ ഞാൻ നേരെ നമ്മുടെ 4 ലിറ്റർ കുക്കറിലേക്കാണ് വേവിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ 4 ലിറ്റർ പോട്ടിലേക്ക് ഇതിൻ്റെ ലിഡ് ഞാൻ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്, കറക്റ്റാക്കിയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നേരതാ ഇതിൻ്റെ ആ ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. കണ്ടോ, എത്ര പണിയുള്ളൂ, ഭയങ്കര സിമ്പിളാണ്. ഇനി നേരെ അടുപ്പത്ത് വെക്കുക. എങ്ങനെയാണ് നമ്മൾ റൈസ് വേവിക്കുന്നത്, ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങ് വെച്ചാൽ മതി. അപ്പോൾ അവർ പറയുന്നതാ ഇപ്പോൾ റൈസ് നമ്മുടെ സ്റ്റേജ് 1-ലും 2-ലും ഇടണ്ട എന്നാണ് ഇവിടെ പറയുന്നത്. 15 മുതൽ 20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ റൈസ് വെന്ത് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിതാ 0-ലേക്കാണ് ആക്കിയിരിക്കുന്നത്. 20 മിനിറ്റ് ഞാൻ അലാറം വെച്ചിട്ടുണ്ട്. ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് എനിക്ക് റൈസ് വേണ്ടത്. ഞങ്ങളെല്ലാവരും കുറച്ച് അധികം വെന്ത ചോറാണ് കഴിക്കാറുള്ളത്. ഒരു 7 മിനിറ്റൊക്കെ ബാക്കി നിൽക്കാകുമ്പോൾ ഇതുപോലത്തെ ചെറിയൊരു ചീ എന്നുള്ളൊരു സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ വേണ്ടി പറ്റും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് നമ്മുടെ അലാറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്ലെയിം ഓഫാക്കി. അങ്ങനെ ഇതിൻ്റെ ഈ ഒരു പ്രഷറൊക്കെ റിലീസ് ആയി, അതായത് ഈ സൗണ്ട് മുഴുവനും വാനിഷ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ച് നോക്കിയപ്പം ഇതാ നമ്മുടെ ടോപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. സൂപ്പറായിട്ട് വന്നിട്ടുണ്ടോ. ഇത് ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു തുള്ളി വെള്ളത്തിലല്ല നമ്മുടെ റൈസ് കിടക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നോക്കിയപ്പോൾ അടി പിടിച്ചിട്ടുണ്ടോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു തുള്ളി പോലും അടി പിടിച്ചിട്ടില്ല. കാരണം നിങ്ങൾ കണ്ടതല്ലേ, ഫുൾ ഡ്രൈ ആയിട്ടാണ് ഈ റൈസ് വെന്തിട്ടുള്ളത്. അവർ പറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണോ ഇനി നിങ്ങൾ വെക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു ബുക്കിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രൊഡക്റ്റിന് ലിങ്ക് വേണ്ടവർ ഇതൊന്നും എനിക്ക് പ്രൈവറ്റായിട്ട് അയച്ചു തന്നാൽ മതി, അല്ലെങ്കിൽ എൻ്റെ പ്രൊഫൈലിൽ സ്റ്റോറിയിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എത്രയേ ഉള്ളൂ ചേട്ടാ, ബൈ.